ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് താൽകെട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി പുറത്തേക്ക് വരുന്ന സമയത്താണ് ഗീതയും സുജാതയും കൂടെ വരുന്നത് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സുജാത പറയണം, ആഹാ, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ തന്നെ പറയാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണേ. എൻ്റെ മകൻ വിനീത് കുറച്ച് മുമ്പ് മരിച്ചുപോയി എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോൾ വിനീത് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. എന്നിട്ട് പറയണേ, അതെ, ആ മരിച്ചു പോയിട്ട് അതിൻ്റെ കർമ്മങ്ങൾ നടത്താനായിട്ട് കർമ്മിയെ വിളിക്കാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് സുജാത പറയുമ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് കാൽക്കൽ വീഴാണ് കേട്ടോ വിനീത്. അപ്പോഴേക്കും തൊട്ടുപോകരുത്, നീ എൻ്റെ മകനോ, നീ എൻ്റെ മകനല്ലടാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അമ്മേ, എന്താ അമ്മേ, അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ഈ ചെയ്തത്? കള്ളക്കല്യാണം കഴിച്ചിട്ട് തെറ്റ് ചെയ്തില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് സുജാത വഴക്ക് പറയണേ. അന്നേരം കാവേരി പറയാണ്, കള്ളക്കല്യാണോ, ഇതെങ്ങനെ കള്ളക്കല്യാണമാവണം? നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിഞ്ഞിട്ടാണ് ഈ കല്യാണം നടന്നതെന്ന് പറയാം. അന്നേരം സുജാത പറയാണ്, ഞാനൊരിക്കലും ഇവിടെ പെണ്ണാലോചിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് പണവും പത്രാസും ഇല്ല എന്നിട്ട് നിൻ്റെ അച്ഛൻ ഈ കല്യാണം വേണ്ടാന്ന് വെച്ച്. അന്ന് ഇത് നടത്തിയിരുന്നെങ്കിൽ ഇത് മുറപ്രകാരമുള്ള കല്യാണം ആയേനെ. പക്ഷേ ഇന്ന് ഇത് മുറപ്രകാരമുള്ള കല്യാണമല്ല, ഇത് കള്ളക്കല്യാണം തന്നെയാണെന്ന് പറയും കേട്ടോ. അന്നേരം ഗീത പറയണം, വിനീതേ, നീ ഒരു കാര്യം ഓർത്തോ, ഇവരുടെ വീട്ടിലെ ഒരാളുടെ ചെരുപ്പിൻ്റെ വില പോലും നിനക്ക് തരൂല. അങ്ങനത്തെ ഒരു വിലയില്ലാത്ത സ്ഥലത്തേക്കാണ് നീ ഇപ്പോൾ പോകുന്നത്. ഇതേ സമയം സുജാത പറയുന്നുണ്ട്, ഞാൻ ഇന്നേക്ക് 16-ാം ദിവസം നിൻ്റെ ചടങ്ങ് നടത്തും, വായ്ക്കരി ഇടാനായിട്ട് അമ്മയും കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനെയും കൂടെ അതിന് ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, സുജാത നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടെ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുജാത ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ. സുജാതയും ഗീതയും കൂടി പോകുന്നത് നോക്കി വിഷമത്തോട് കൂടിയിട്ട് ഇവരെല്ലാവരും നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് വരാൻ കേട്ടോ. അമ്മയും രാധമ്മയും കൂടിയിട്ട്, ശാരദയും രാധമ്മയും കൂടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അവർ വിനീത് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഇറങ്ങും കേട്ടോ. കാവേരിയും യമുനൊക്കെ ഇറങ്ങിപ്പോകും. പക്ഷേ ഗംഗ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഓരോന്ന് ആലോചിച്ച്. അന്നേരം കൈ കാണിക്കാനിട്ട് ഇറങ്ങി ഗംഗയെന്ന് പറഞ്ഞിട്ട്, പക്ഷേ കൈ പിടിക്കാതെ തന്നെ ഗംഗ ഇറങ്ങുകയാണ്. അന്നേരം വിനീത് അത് വല്ലാത്തൊരു വിഷമമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ നിവിൻ കളിയാക്കുന്നുണ്ട് കേട്ടോ വിനീതിനെ. പിന്നെ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് വരുന്നാണ്ടപ്പോൾ കാവേരി പറയുക, ഈ ഒറ്റയ്ക്ക് വരല്ലേ ചേച്ചി, എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വിനീതും ഗംഗയൊക്കെ കൂടിയിട്ട് വരികയാണ്. അന്നേരം നിവിൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളക്കും പിടിച്ചിട്ട് നിൽക്കുകയാണ്, നിലവിളക്ക് പിടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ രാധമ്മ പറയുന്നുണ്ട്, ഇനി എനിക്ക് അരവിന്ദൻ്റെ അടുത്തേക്ക് പോയാലും വേണ്ടില്ല, ഇങ്ങനൊരു കാഴ്ച കാണാൻ എത്ര നാളായി കൊതിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അമ്മ എന്ത് വർത്താനം ഈ പറയുന്നത്, നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ട് ശാരദ ചീത്ത പറയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഗംഗയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല കേട്ടോ. ഗംഗ ഇങ്ങനെ മനസ്സിലിങ്ങനെ പഴയ കാര്യങ്ങൾ തന്നെയാണ് ആലോചിക്കുന്നത്. എനിക്ക് പറക്കണം അച്ഛാ, എനിക്ക് പുതിയ ആൾക്കാരെ കാണാം, പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലണം, പുതിയ കാര്യങ്ങൾ അറിയണം, അങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല കാവേരിനോട് യമുനോട് പറയുന്നുണ്ടല്ലോ, ചേച്ചിയുടെ സ്വപ്നങ്ങളൊക്കെ അച്ഛൻ മരിച്ചതോടുകൂടി പോയി എന്നൊക്കെ, അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നിലവിളക്ക് പിടിച്ച് അകത്തേക്ക് കയറി വന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ നിന്നിട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗംഗയുടെ മനസ്സിൽ ആലോചിക്കുന്നത്. അപ്പോൾ ഗംഗ സങ്കടത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് രാധമ്മ കരയാണ്, ഇതൊന്നും കാണാനായിട്ട് എൻ്റെ അരവിന്ദൻ ഇല്ലാതെ പോയല്ലോ മോളേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് കരയാണ്. അപ്പോഴേക്കും വാ മുത്തശ്ശി, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിട്ട് പോകാണ് കാവേരി. ഇതേ സമയം എല്ലാവരും പോകുമ്പോൾ ഗംഗ മാത്രം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ വിനീതും ഗംഗയും കൂടിയിട്ട് ഒരുമിച്ച് ഇരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എന്നാലും സുജാത ഇങ്ങനെയൊക്കെ പെരുമാറുന്നു വിചാരിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ശാരദ പറയുന്നത്, അമ്മയുടെ മോളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് താമസിച്ചോളാം എന്ന് പറയുകയാണേ. അന്നേരം രാധമ്മ ചോദിക്കും, അതെന്താ അങ്ങനെ ഇവിടെ താമസിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശാരദയും പറയുന്നുണ്ട്, ഇവിടെ ഹോം സ്റ്റേയിൽ അവിടെ റൂമുകളൊക്കെ ഒഴിഞ്ഞെടുക്കല്ലേ, മാത്രമല്ല നീ ഇവിടെ ഉണ്ടാവുന്നത് ഞങ്ങൾക്കൊരു ധൈര്യമല്ലേ എന്ന് രാധമ്മ പറയുകയാണ്. ആണുങ്ങളില്ലാത്ത വീടല്ലേ, അപ്പോൾ ഒരാളുണ്ടാവുന്നത് നല്ലതല്ലേ എന്ന് പറയണേ. അന്നേരം നിവിൻ പറയാണ്, എന്നാൽ പിന്നെ ഞാനും കൂടി ഇങ്ങോട്ട് വരാം മുത്തശ്ശി, അപ്പോൾ ഡബിൾ പ്രൊട്ടക്ഷൻ ആവുമല്ലോ എന്നൊക്കെ പറയുന്നിട്ട് ഇങ്ങനെ തമാശ പോലെ പറയുന്നുണ്ട് കേട്ടോ കാവേരിനെ നോക്കിയിട്ട്. അങ്ങനെ പാലും പഴമൊക്കെ കൊണ്ടുവയ്ക്കാണ് കേട്ടോ യമുന. അങ്ങനെ വിനീത് അത് എടുത്തിട്ട് കുടിക്കുകയാണ്. പകുതി പാല് കുടിച്ചിട്ട് പകുതി ഗംഗയ്ക്ക് നീട്ടുന്നുണ്ട്. പക്ഷെ ഗംഗ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വേറെ എവിടെയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കാവേരി ഇങ്ങനെ തോളിൽ തട്ടുവിട്ട് അതേ മേടിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ മേടിച്ചിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെയും ഇത് ഒരു പഴം എടുത്തിട്ട് പകുതി കഴിച്ചിട്ട് പകുതി
ഗംഗയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഗംഗ ഒട്ടും താല്പര്യമില്ലാതെ തന്നെ ആ പഴം വാങ്ങിച്ചിട്ട് കഴിക്കുന്നുണ്ട്. അതിനുശേഷം നിവിൻ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഗംഗരെയും വിനീതിൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഗംഗ പറയുകയാണ് എനിക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മ, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറയുമ്പോൾ മോള് വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നിവിനോട് കാവേരി പറയാണ് എനിക്ക് ഫോണൊന്ന് തരുമോ, ഫോട്ടോസൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് ആ ഫോൺ വാങ്ങിച്ചിട്ട് ഫോട്ടോസൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേന് രാധമ്മ പറയാണ് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലെ മോൻ എല്ലാ കാര്യങ്ങളിലും ഇവിടെ നിന്നല്ലോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തല്ലോ, മോൻ ഇതിന് പകരം ഞങ്ങൾ എന്താണ് തരേണ്ടതെന്ന് നിവിൻ ചോദിക്കുകയാണ്. അപ്പോൾ അന്നേരം നിവിൻ പറയുന്നുണ്ട് ഇപ്പം തൽക്കാലം ഒന്നും വേണ്ട മുത്തശ്ശി, പക്ഷേ സമയമാകുമ്പോൾ ഞാൻ ചോദിക്കാം, അത് നിങ്ങളെനിക്ക് ചെയ്തു തന്നാൽ മതി എന്ന് പറയും. അന്നേരം വിനീത് ചോദിക്കുകയാണ് എന്താടാ ഇപ്പം തന്നെ ചോദിക്ക് ചെയ്തു തരാം. അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം വേണ്ട, ഞാൻ ചോദിക്കാം സമയമാകുമ്പോൾ എന്ന് പറയുകയാണേ. ഇപ്പോൾ കാവേരി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നീ പറയുന്നതൊക്കെ. കാവേരിയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ നോക്കുമ്പോൾ ഗംഗയുടെ മുഖം ഒട്ടും സന്തോഷമില്ലാത്തതുപോലെ തന്നെ വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ കാവേരിക്ക് അത് വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാത്രി കാവേരിനെ വിളിച്ചിട്ട് ശാരദ പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് വിളിച്ച് ചോദിക്കുകയാണ് അതെ എന്താ അമ്മ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് പുറത്തേക്ക്? അല്ല ഗംഗയുടെ കാര്യം ചോദിക്കുകയാണ്. എന്ത് ഗംഗേച്ചിയുടെ കൂടെയല്ലേ നമ്മൾ ഇത്രയും നേരം ഇരുന്നത്? എന്താ അല്ല ഗംഗയ്ക്ക് കല്യാണത്തിന് ഇഷ്ടമാണോന്ന്? ആഹാ ഇപ്പോഴാണോ കല്യാണത്തിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്? അല്ല അത് പിന്നെ എന്ന് പറയാണ് കേട്ടോ. ഗംഗേച്ചി കല്യാണം കഴിഞ്ഞ ശേഷം അതിനധികം മിണ്ടുന്നില്ലല്ലോ എന്ന് കാവേരി പറയാണ്. അപ്പോഴേക്ക് രാധമ്മ അവിടേക്ക് വരാണ് കേട്ടോ. എന്നിട്ട് രാധമ്മ പറയും അതെ കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ, ബാക്കിയുള്ള കാര്യങ്ങളും ചടങ്ങുകളും ചെയ്യണ്ട. അപ്പോൾ ശാരദ പറയും ഇത്രയും നേരം കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ആയിട്ട് ആകെ ക്ഷീണിച്ചിരിക്കണ്, ഇപ്പോഴെങ്കിലും ഒന്നൊരുത്ത് സ്വസ്ഥമായിട്ട് നിന്നോട്ടെ. ആഹാ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പോണു, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ബാക്കിയുള്ള കാര്യങ്ങളോ? ഇനി എന്ത് കാര്യങ്ങൾ? അയ്യോ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇടി കാവേരി നീ അകത്തേക്ക് കയറിപ്പോയേ എന്ന് പറയട്ടെ. അപ്പോൾ കാവേരിക്ക് മനസ്സിലാവാണ്ട കാര്യം. അപ്പോൾ ശാരദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബോധവും ഇല്ലാത്ത പോലെ ഇനിയൊരു ചടങ്ങുമില്ല, ഇനി എന്ത് ചടങ്ങ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. എടി മറ്റേ ചടങ്ങ് നടത്തണ്ടേ എന്ന് ചോദിക്കട്ടെ. ഏത് ചടങ്ങ്? അപ്പോൾ കാവേരി പറയും അമ്മേ ഫസ്റ്റ് ഡേറ്റിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് എന്ന് പറയട്ടോ. ഓ അതില്ലേ, അതിനെന്താ എന്ന് ചോദിക്കട്ടോ. ഏത് റൂമാണ് ഒരുക്കണ്ടേന്ന് അറിയണ്ടേ എന്ന് ചോദിക്കട്ടോ. ഗംഗയുടെ റൂം തന്നെ ആയിക്കോട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ കാവേരി അതിൽ ഞങ്ങളല്ലേ, അപ്പം ഞങ്ങൾ എവിടേക്ക് പോകും? അപ്പോൾ പിന്നെ നീ ഇവിടെ നിൽക്കാണോ, നീ പൊടി എന്ന് പറഞ്ഞിട്ട് കാവേരിനെ ഓടിക്കാൻ നോക്കണം കേട്ടോ ശാരദ. അപ്പോൾ രാധ പറയും വേണ്ട അവളോടെ കേട്ടോ, നിന്നേക്കാൾ ഭേദം അവള് തന്നെയാണ്, പറയും ഏത് റൂം വേണം എന്ന് ചോദിക്കണേ. അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഹോം സ്റ്റേയുടെ റൂം കൊടുത്താലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അത് ശരിയാണ്, ആ റൂമാകുമ്പോൾ നല്ല രീതിയിൽ കെടുക്കല്ലേ എന്ന് ചോദിക്കണേ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ വിനീതിനെ ആ റൂമിലേക്ക് കൊണ്ടുപോയോ, ഞാൻ ഗംഗനെ കൊണ്ടുവരാം മറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടെന്ന് പറയട്ടോ. അയ്യേ വിനീതേട്ടനെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുവരാ അച്ഛമ്മേ? എന്നാൽ ഞാൻ വിനീതിനെ കൊണ്ടുവരാം, നീ ഗംഗനെ കൊണ്ടുവാ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ടേന്ന് പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി എന്ത് കാര്യങ്ങൾ? അപ്പോൾ കാവേരിക്ക് അമ്മയ്ക്കൊന്നും അറിയില്ല, പാലും പഴമൊക്കെ സെറ്റ് ചെയ്യണ്ടേ ഈ സിനിമയിൽ കാണുന്നത് പോലെ എന്ന് പറയട്ടോ. അപ്പോൾ രാധമ്മ അത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങളോ? അങ്ങനെ രാധമ്മ അകത്ത് കയറി പോകുമ്പോൾ കാവേരി പറയും രാധമ്മ പുലിയാണല്ലേ? പുലിയല്ല പുപ്പുലി എന്ന് പറയട്ടോ. അതെ ഈ പുപ്പുലി എൻ്റെയും അരവിന്ദേട്ടൻ്റെ ആദ്യരാത്രി മുടക്കാനായിട്ട് എന്തൊക്കെ ചെയ്തതെന്നറിയോ? എന്ത്? അതെ ഞങ്ങളുടെ കട്ടിൻ്റെ അടിയിൽ കയറിയിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുകയാണേ എനിക്ക് ഉറങ്ങണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉറങ്ങണമെന്നോ? അപ്പോൾ ഏത് സമയത്താണ് അമ്മ അത് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒന്ന് പൂടിയാടെന്ന് പറഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശാരദ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. പിന്നെ കാണിക്കുന്നത് പ്രമോണ് കേട്ടോ ഗംഗരെയും വിനീതിൻ്റെ ഫസ്റ്റ് നൈറ്റാണ്. അപ്പോൾ ഗംഗയ്ക്ക് അപ്പോഴും താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ വിനീതിൻ്റെ അടുത്ത് പെരുമാറുന്നതൊക്കെ. അങ്ങനെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്ന സമയത്ത് രാധമ്മ ചോദിക്കുകയാണെങ്കിൽ തുറക്കൊക്കെ സുഖമായിരുന്നു മോളെ ചോദിക്കുമ്പോൾ ശാരദ പറയുന്നത് കാവേരി നിൽക്കുമ്പോഴാണ് അമ്മേ ഇതൊക്കെ ചോദിക്കുന്നത്. പിന്നെ അവളിതൊന്നും അറിയാത്ത ഉള്ള കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ്. അപ്പോൾ ഗംഗ ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നിവിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ രാജേശ്വരി നിവിനോട് പറയുകയാണ് ഇന്നലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരു കള്ളക്കല്യാണം നടന്നെന്ന് അറിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നിവിനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ. ഇനി മേലിൽ നീ അവിടെ പോകില്ല എന്ന് എനിക്ക് വാക്ക് തരണം, ആ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് വാക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ നിവിൻ ചോദിക്കുകയാണിത് അമ്മയുടെ ആഗ്രഹപ്രകാരമാണോ അതോ ജയപാലനങ്ങളുടെ ആഗ്രഹപ്രകാരമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.